ഇന്ന് നാം വിശുദ്ധ സ്നാപകയോഹന്നാന്റെ ശിരച്ഛേദനത്തിന്റെ ഓർമ്മ പുതുക്കൽ ആചരിക്കുന്നു. ജൂൺ 24 സ്നാപകയോഹന്നാന്റെ ജനന തിരുനാളും സഭ ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ഗണത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്നാപകയോഹന്നാന്റെയും മാത്രമാണ് ജനന തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നത്. മറ്റെല്ലാ വിശുദ്ധരുടെയും മരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാളുകളാണ് നാം ആഘോഷിക്കുന്നത്. വിശുദ്ധ സ്നാപകയോഹന്നാൻ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കുന്നത്. സ്വന്തം സഹോദരന്റെ ഭാര്യയായിരുന്ന ഹേദോറിയായെ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യായമായി സ്വന്തമാക്കിയത് തെറ്റാണെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യം വിശുദ്ധ സ്നാപകയോഹന്നാൻ കാണിച്ചു. യോഹന്നാനെ പിടികൂടി തടവിലാക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത ഹെറോദിസിലൂടെ അത് നടപ്പിലാക്കുകയും തന്റെ മക്കളായ സലോമിയിലൂടെ വിശുദ്ധനെ ശിരച്ഛേദനം ചെയ്യുവാനുള്ള അവസരം മുതലാക്കുകയും ചെയ്തു. തിരുസഭയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ യേശുവിന്റെ പാതയൊരുക്കുവാൻ വന്നവന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പതിവ് ആരംഭിച്ചിരുന്നു. വിശുദ്ധന്റെ ശരീരം സമരിയായിലാണ് അടക്കം ചെയ്തിരുന്നത്. 362 വിജാതിയർ വിശുദ്ധന്റെ ശവകുടീരം ആക്രമിക്കുകയും തിരുശേഷിപ്പുകൾ കത്തിക്കുകയും ചെയ്തു. അതിൽ കുറച്ച് ഭാഗം മാത്രം അവിടുത്തെ സന്യാസിമാർക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അവ പിന്നീട് അലക്സാണ്ട്രിയയിൽ വിശുദ്ധ അത്തനാസിയൂസിനു അയച്ചു കൊടുത്തു. സത്യത്തിനു വേണ്ടി യോഹന്നാൻ തന്റെ രക്തം ചിന്തിയതിനാൽ അവൻ തീർച്ചയായും യേശുവിനു വേണ്ടി തന്നെയാണ് മരണം വരിച്ചത്. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച സ്നാപകയോഹന്നാന്റെ ശക്തിയും ഉന്നതിയും മഹത്തായിരുന്നു. സ്വർഗീയ സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവൻ പ്രഘോഷിച്ചത്. എന്നിട്ടും അധർമ്മികൾ അവനെ ചങ്ങലക്കിട്ടു. സത്യത്തിനു വേണ്ടി താൽക്കാലികമായ യാതനകൾ സഹിക്കുക യോഹന്നാനെ പോലെയുള്ള ഒരാൾക്ക് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. മറിച്ച് അത് എളുപ്പം നിർവഹിക്കാവുന്നതും അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. കാരണം ശാശ്വതമായ ആനന്ദമായിരിക്കും അതിന്റെ പ്രതിഫലം എന്ന് യോഹന്നാന് അറിയാമായിരുന്നു.